നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് അത് നമ്മുടെ പ്രശ്നമാവുക. അല്ലാത്തടത്തോളം പലതും നമ്മുടെ പുറത്തുള്ള പ്രശ്നങ്ങളാണ് നമുക്ക്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൻ്റെ ഡ്രഗ് അഡ്മിനിസ്ട്രേഷനിൽ ഈ ഡ്രഗ് കൊടുത്തു എന്നത് ഓർഡറിനകത്ത് തന്നെ ടിക്കായിട്ട് ഇടുകയും പിന്നീട് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ചാർട്ടിൽ രണ്ടാമത് അത് ഡ്രഗ് ചാർട്ട് ഉണ്ടാക്കുകയും വീണ്ടും കൊടുക്കുകയും അത് അഡ്മിനിസ്റ്റർ ചെയ്തു എന്നത് മാർക്ക് ചെയ്യാതെ വിടുകയും ചെയ്തതുകൊണ്ട് റിപ്പീറ്റേഷൻ ഓഫ് അഡ്മിനിസ്ട്രിങ് ഓഫ് സെയിം മെഡിസിൻ പിന്നീടൊരു അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിലേക്ക് എത്തുകയും വളരെ അധികം ദിവസങ്ങൾ ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ പോരാടുകയും ചെയ്തപ്പോൾ നമ്മുടെ പ്രശ്നമായി അന്ന് തിരിച്ചറിഞ്ഞൊരു കാര്യമാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഡോക്യുമെൻറ്റഡ് എന്നത് നമ്മളുടെ ജീവനെ നിലനിർത്താൻ വേണ്ടുന്ന കാര്യമാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ചോദ്യചിഹ്നങ്ങളിലൊന്നാണ് നേഴ്സസ്, ഡോക്ടേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന മരുന്ന് കൃത്യമായി യൂണിഫോം ലൊക്കേഷനിൽ, അവർക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിലല്ല, അത് മറ്റൊരാൾ ശ്രദ്ധിച്ചില്ല എന്ന് വരും. അയാൾ സ്ഥിരമായി ഡോക്യുമെൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഈ മരുന്ന് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. ഇല്ല എന്ന് കണ്ടാൽ അതേ ഡോസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അതെത്ര വോളിയം കൊടുത്തു എന്നതൊരു വലിയ ചോദ്യമാണ്. അങ്ങനെ എത്ര വോളിയമാണ് കൊടുത്തത്, എപ്പോൾ കൊടുത്തു, എത്ര സമയത്തിലിരുന്ന്, എത്ര സമയത്തിനകം അത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പം IV പോലെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ലോങ് ടൈം എടുക്കുന്നതാണെങ്കിൽ എപ്പോഴാണ് കൊടുത്തത്, ഏത് ടൈമിലാണ് കൊടുത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യണം. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ഓഫ് എക്സ് കൊടുത്തു, Y കൊടുത്തത് എപ്പോഴാണ്, ഇത് തങ്ങളിൽ ഡ്രഗ് ഇൻട്രാക്ഷന് ടൈം ഫ്രെയിം വല്ലതും ഉണ്ടോ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻറ്റിന് കൊടുക്കുമ്പോൾ ഏത് എംപ്ലോയി കൊടുത്തു, എത്ര മണിക്ക് കൊടുത്തു എന്നത് അവരുടെ സിഗ്നേച്ചർ ഉൾപ്പെടെ വേണമെന്നാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ, 7ാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ നമ്മൾ കാണുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്. നമ്മൾ BSA ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ ഉപയോഗിച്ച് കയറുന്നതുകൊണ്ട് നിങ്ങൾ ഡിജിറ്റലി സൈൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ആരാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് പ്രയാസം വരില്ല. നിങ്ങളത് കൊടുത്തു എന്ന് എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ടൈം തന്നെ കയറുന്നുണ്ട്. ടൈം സ്റ്റാമ്പിൽ പ്രശ്നം വരുന്നില്ല. സ്വാഭാവികമായും BSA ഉപയോഗിച്ച് കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യണം ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. ഓരോ ഡോസും ഡോക്യുമെൻ്റ് ചെയ്യണം. ഡിഫറെൻറ്റ് ഡോസുകൾ ഒരേ സമയത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഓരോ ഡോസും ഡോക്യുമെൻ്റ് ചെയ്യണം. സോ MOM 7I മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഡോക്യുമെൻറ്റഡ്. വളരെ കൃത്യമായി നമുക്കൊന്ന് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻഫ്യൂഷൻസിൻ്റെ വോളിയം ഉൾപ്പെടെ അതിൻ്റെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ടൈം ഉൾപ്പെടെ ഓരോ ഡ്രഗും അതാതിൻ്റെ സമയങ്ങളിൽ ഒരുമിച്ചങ്ങ് എഴുതി വയ്ക്കുകയല്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിലിരുന്ന നേഴ്സസ് അന്ന് ഫയലിൽ നിന്ന് നമ്മൾ EMRലേക്ക് കൺവെർട്ട് ചെയ്യുന്ന സമയമാണ്. രാവിലെ കൊടുത്ത മരുന്നുകൾ വരെ രാത്രി 10:30 ഇരുന്ന് എഴുതുന്നത് കണ്ടു. അങ്ങനെ ഡോക്യുമെൻ്റ് ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. റിയൽ ടൈം ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവണം. അത് BSAയിൽ വളരെ പോസിബിളാണ്. റിയൽ ടൈം ഡോക്യുമെൻറ്റേഷൻ ഈസ് നീഡഡ് ഫോർ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ.